ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബജാജിന്റെ OTG ഓവന്റെ റിവ്യൂ ആണ്. വീട്ടിലേക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊരു ഓവൻ നോക്കുന്നവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് റിവ്യൂലേക്ക് പോയാലോ. ഇതാണ് ബജാജിന്റെ മെജസ്റ്റി സീരീസിൽപ്പെട്ട 1603T എന്ന് പറയുന്ന ഓവൻ ടോസ്റ്റർ ഗ്രില്ലർ അഥവാ OTG ഓവൻ. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 16 ലിറ്റർ ആണ്. പിന്നെ ഇതിന്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 1200 വാട്ട്സ് ആണ്. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. 2 മാസം മുമ്പാണ് ഞാനിത് വാങ്ങിയത്. അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 3400 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. ഇതിന് 2 വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. ഒന്ന് 1603T എന്ന് പറയുന്ന ഈ മോഡലും പിന്നെ 1603T SS എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മോഡലും. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോഡലിന്റെ ഔട്ടർ ബോഡി പൗഡർ കോട്ടഡ് ആണ്. നേരെ മറിച്ച് 1603T SS എന്ന് പറയുന്ന മോഡലിന്റെ ഔട്ടർ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് ആണ്. അതിന് ഇതിനേക്കാളും വില കൂടുതലുമാണ്. ഈ മോഡലിന് താഴെ ഒരു മോഡലും കൂടി ബജാജിന് അവൈലബിൾ ആണ്. ബജാജ് മജസ്റ്റി 1000T SS എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിന് താഴെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. ഇനി നമുക്ക് ഇതോടൊപ്പം ലഭിച്ചിട്ടുള്ള ആക്സസറീസിനെ പരിചയപ്പെടാം. നമുക്ക് ഇതോടൊപ്പം 5 ആക്സസറീസ് ആണ് ബജാജ് പ്രൊവൈഡ് ചെയ്യണേ. പിന്നെ ഒരു യൂസർ മാനുവലും ഒരു വാറന്റി കാർഡും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്രിൽ അഥവാ ബാർബിക്യൂ ട്രേ ആണ്. ഇത് നോർമലി നമ്മൾ ഗ്രില്ല് അല്ലെങ്കിൽ ബാർബിക്യൂ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് ട്രേ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത നമ്മുടെ ബേക്കിംഗ് ട്രേ അഥവാ കുക്കിംഗ് ട്രേ ആണ്. ഇതിൽ നമുക്ക് നോർമലി പിസ്സ ബേക്ക് ചെയ്യാനും അതേപോലെ തന്നെ കുക്കീസ് ഉണ്ടാക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ക്രം ട്രേ ആണ്. ഇത് ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ പാർട്ടിക്കിൾസ് താഴെ വീണിട്ട് നമ്മുടെ ഓവൻ ഡാമേജ് ആവാതിരിക്കാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ നോർമലി ഓവന്റെ താഴത്തെ ഹീറ്റിംഗ് റോഡ്സിന് അടിയിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യാറ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ട്രേ റിമൂവൽ ടോങ് ആണ്. ഇപ്പോൾ ഓവന്റെ അകത്തുനിന്ന് ചൂടുള്ള ട്രേ നമുക്ക് പുറത്തെടുക്കാൻ ഈ ടോങ് യൂസ് ചെയ്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അവസാനത്തെ ഐറ്റം എന്ന് പറയുന്നത് 4 സ്ക്യൂർ റോഡ്സ് ആണ്. ഇത് നമ്മൾ ടിക്ക് ഐറ്റംസും അല്ലെങ്കിൽ ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു യൂസർ മാനുവൽ കം റെസിപ്പി ബുക്കാണ്. ഇപ്പം നമ്മുടെ ഓവൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രിക്കോഷൻസും സേഫ്റ്റി കാര്യങ്ങളും അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ യൂസർ മാനുവൽ വെച്ചിട്ട് നോക്കാവുന്നതാണ്. അതേപോലെ ഈ യൂസർ മാനുവലിൽ കുറച്ച് റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പിയുടെ ഓവൻ സെറ്റിംഗ്സ് നമുക്ക് അതിൽ നോക്കി മനസ്സിലാക്കാം. ഒരു പർട്ടിക്കുലർ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിന് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കൺട്രോൾ നോബ്സ് സെറ്റ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസർ മാനുവലാണ്. ലാസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് വാറന്റി കാർഡാണ്. ഇതിന് 2 years ആണ് ഡിഫോൾട്ടായിട്ട് കമ്പനി കൊടുക്കുന്ന വാറന്റി. അടുത്തായിട്ട് നമ്മുടെ ഓവനകത്ത് ഹീറ്റിംഗ് റോഡ്സിനെ പരിചയപ്പെടാം. നമ്മുടെ ഓവനകത്ത് 2 ഹീറ്റിംഗ് റോഡ്സ് ഉണ്ട്, താഴെയും മുകളിലുമായിട്ട്. ഈ ഹീറ്റിംഗ് റോഡ്സ് ചൂടായിട്ടാണ് നമ്മുടെ ഓവൻ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓവന്റെ കൺട്രോൾ നോബ്സിനെ പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ നോബ് എന്ന് പറയുന്നത് തെർമോസ്റ്റാറ്റ് നോബ് അഥവാ ടെമ്പറേച്ചർ സെലക്ഷൻ നോബാണ്. ഈ നോബ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണത്. ഇതിൽ 0 മുതൽ 250 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ നോബ് വലതുവശത്തോട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഹീറ്റിംഗ് റോഡ് സെലക്ഷൻ നോബ് പരിചയപ്പെടാം. ഇതിന് 4 പൊസിഷൻസ് ആണുള്ളത്. മുകളിലായിട്ട് ഓഫ് പൊസിഷൻ ആണുള്ളത്. ഇനി വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം കാണുന്നത് ഇതിന്റെ ടോപ്പ് ഹീറ്റിംഗ് റോഡ് ഓൺ മോഡാണ്. ഇനി ഇത് താഴത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബോട്ടം ഹീറ്റിംഗ് റോഡ് പൊസിഷൻ ഓൺ ആണ്. ഇനി ഇതിന്റെ അടുത്ത മോഡ് എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പും ബോട്ടും 2 ഹീറ്റിംഗ് റോഡ് സെലക്ഷൻ മോഡാണ്. ഇത്രയാണ് ഇതിന്റെ സെലക്ടർ നോബിന്റെ ഫംഗ്ഷൻസ്. ഇതിന്റെ ലാസ്റ്റത്തെ നോബ് എന്ന് പറയുന്നത് ടൈമർ നോബാണ്. ഇതിൽ 0 മുതൽ 60 മിനിറ്റ്സ് വരെയുള്ള ടൈമിംഗ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വലത്തുവശത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ ഓൺ ആവും. ഈ ഓവന്റെ അകത്ത് 3 സ്ലീവുകൾ അവൈലബിൾ ആണ് ട്രേസ് ലോഡ് ചെയ്യാനായിട്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അടുത്തായിട്ട് നമുക്ക് OTG ഓവന്റെ പ്രീ ഹീറ്റിംഗ് എന്തെന്ന് കാണാം. ഇത് ഏത് OTG ഓവൻ ആണെങ്കിലും അത് കുക്ക് ചെയ്യാനായിട്ട് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഈ മോഡല് പ്രീ ഹീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് ഹീറ്റിംഗ് സെലക്ടർ നോബ് 2 ഹീറ്റിംഗ് എലമെന്റ് ഓൺ ആക്കി പിന്നെ ഇതിന്റെ ടൈമർ 10 മിനിറ്റോട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രീ ഹീറ്റിംഗ് കാണാം. നമുക്ക് കാണാം ഇതിന് താഴെ നമുക്ക് പവർ ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കാണാം. ഇത് നമ്മൾ ടൈമർ ഓൺ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ പവർ ലൈറ്റും ഓൺ ആവുന്നതാണ്. അപ്പൊ മുതലാണ് നമ്മുടെ ഓവൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. നമുക്ക് ഇതിന്റെ ഹീറ്റിംഗ് എലമെന്റിൽ വരുന്ന ചേഞ്ചസ് കാണാം. ഹീറ്റിംഗ് എലമെന്റ് റെഡ് കളറിൽ ഗ്ലോ ചെയ്യുന്നത് കാണാം. അതായത് നമ്മുടെ ഓവൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഇപ്പൊ നമ്മുടെ ഓവൻ ഓഫായി. ടൈമർ കറക്റ്റ് ആയിട്ട് ഓഫ് ആകുമ്പോൾ നമ്മുടെ ഓവനും ഓഫ് ആവും. അപ്പൊ അതിന്റെ പവർ ഇൻഡിക്കേറ്റർ ഓഫ് ആയത് കാണാം. ഇത്രയുമാണ് നമ്മുടെ ഓവനെ കുറിച്ചുള്ള റിവ്യൂ. അപ്പൊ റിവ്യൂ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.